ഒരു കൂട്ടം തീവ്രവാദികൾ ആ പ്രദേശത്തെ ലക്ഷ്യം വെച്ച് ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നവരെ മതത്തിൻ്റെ പേരിൽ തെരഞ്ഞു പിടിച്ചക്രമിച്ച് കൊല ചെയ്ത വളരെ വേദനയുളവാക്കുന്ന ഇന്ത്യയുടെ ആത്മാവിലേക്ക് വെടിയുതിർത്ത നിമിഷത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ ആളുകളുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ, ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണെന്ന് മറ്റുള്ളവർ പറയാൻ ആരൊക്കെയോ കരുതിക്കൂട്ടി അണിയറയിൽ ഒരുക്കിയ വലിയൊരു നാടകത്തിൻ്റെ തിരശ്ശീലയാണ് യഥാർത്ഥത്തിൽ പെഹൽഗാമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. ഒരു വിഷയങ്ങളും അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യരാണ് അതിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടത്. ഒരുപാട് പ്രതീക്ഷകളോടെ, സ്വപ്നങ്ങളോടെ വെക്കേഷൻ ആഘോഷിക്കാൻ, ഈ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കാശ്മീരിലേക്ക് വണ്ടി കയറിയ ആളുകൾ വളരെ വേദനയോടെ, നൊമ്പരത്തോടെയാണ് അവിടെ നടന്ന സംഭവങ്ങളെ അയവിറക്കുന്നത്. അതിൽ ഹൃദയത്തിന് ഏറ്റവും വേദന ഉളവാക്കുന്ന ചിത്രമാണ് ഒരു നവവരൻ്റെ സമീപത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട പത്നിയുടെ നിശബ്ദമായ ചിത്രം. ആ നിശബ്ദമായ ചിത്രം ലോകത്തിലേക്ക് നോക്കിയിട്ട് ആർത്തട്ടഹസിക്കുന്നുണ്ട്. കാരണം യാതൊരുവിധ അവിടെ ഒരു സഹായങ്ങളുമില്ലാതെ അനിശ്ചിതത്വത്തിൽ പ്രിയപ്പെട്ടവൻ്റെ ചേതനയറ്റ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് വിലപിക്കുന്ന, നിശബ്ദതയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയതമയുടെ ചിത്രം ആരെയാണ് വേദനിപ്പിക്കാത്തത്? പ്രിയപ്പെട്ട പിതാവിനെ കൊല ചെയ്യപ്പെട്ടതിൻ്റെ അടുത്തിരുന്ന് ട്രോമയിലായിപ്പോയ ആരതി എന്ന പ്രിയപ്പെട്ട യുവതി എറണാകുളംകാരി അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിനെ വെടിവെച്ചതിനെ കുറിച്ച് മീഡിയകളോട് വിശദീകരിക്കുന്നുണ്ട്. അവർ പിതാവിൻ്റെ അടുത്ത് വന്ന് കലിമ ചൊല്ലാൻ ചോദിച്ചു. കലിമ എന്ന വാക്ക് മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അത്തരം വാചകങ്ങൾ അക്രമങ്ങളുടെ ഇടയിൽ ഉരുവിടുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആളുകളുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനാണ്. കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരായ മുസ്ലിമുകൾ അവിടുത്തെ ശൈത്യകാലത്തിനോട് മല്ലടിച്ച് വിനോദസഞ്ചാരികൾ അവിടെ വരുമ്പോൾ അവരെ വളരെ ഹൃദയത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത്, ആനയിക്കുന്നത്. കാരണം അതിഥികൾ വരുന്നത് അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. വർഷത്തിൽ ഭൂരിപക്ഷം സമയങ്ങളിലും കുതിര ഓടിക്കുന്നവരും ഓട്ടോറിക്ഷകൾ വലിക്കുന്നവരും അതിഥികൾ വരുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു സമ്പത്തിൻ്റെ വകയുണ്ടാവുക. അതുകൊണ്ട് അവിടേക്ക് വരുന്ന ഈ സഞ്ചാരികളെ, സന്ദർശകരെ അതിഥികളായി കണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്നവരാണ് കാശ്മീരിലെ ജനങ്ങൾ. അക്രമത്തിനിരയാക്കപ്പെട്ട ആളുകൾ അവർ പുറത്തു പറയുന്ന വാർത്തകൾ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നത് കാശ്മീരിലെ മുസ്ലിമുകളാണ്. അതിൽ ഒരു പ്രിയപ്പെട്ടവൻ ആ അതിഥികളെ ആക്രമിക്കാൻ വന്നവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി ആ അക്രമിയുടെ തോക്കിന് ഇരയായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അന്ന് രാവിലെയും വളരെ പ്രതീക്ഷയോടെ കുതിരയുമായി ഇടത്തിറങ്ങുമ്പോൾ അവനെ കാത്തൊരു മാതാവുണ്ട്, പിതാവുണ്ട്, അവൻ്റെ പ്രിയതമയുണ്ട്, മക്കളുണ്ട്. അതിഥികളെ സ്വീകരിച്ചു കിട്ടുന്ന സമ്പത്ത് കൊണ്ടവർക്ക് അന്നം വാങ്ങാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ്റെ ചേതനയേറ്റ ശരീരമാണ് വൈകുന്നേരം തിരിച്ചെത്തിയത്. അത് സമൂഹത്തിൻ്റെ മുഴുവനും ഒരു പരിച്ഛേദമാണ്. കാരണം എൻ്റെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന അതിഥികളെ സ്നേഹിക്കൽ അത് കാശ്മീരികളുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുണ്ട്. എവിടെ നിന്നോ വന്ന അഡ്രസ് ഇല്ലാത്ത ആളുകൾ അവിടെ വന്നവരെ മതത്തിൻ്റെ പേരിൽ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരാണിപ്പോൾ അശാന്തിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. എല്ലാ സമയത്തും പറയും കാശ്മീർ ശാന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അവർ ശാന്തതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മധുമുഖരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത്തരം അക്രമങ്ങൾ വന്ന് അശാന്തിയിലേക്ക് അവർ വീണ്ടും വലിച്ചെറിയപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല, അക്രമത്തെ പിന്താങ്ങുന്ന മതമല്ല. വിശുദ്ധമായ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്.
എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആക്രമിക്കാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും കടന്നു വരുന്നവരോട് 14 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്ത ഹബീബായ മുത്തുനബിയുടെ വിശുദ്ധമായ ദീനിന്റെ അടലുകൾ, ജീവിതത്തിന്റെ അധ്യായങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹബീബായ മുത്തുനബി ഒരിക്കൽ മക്കയുടെ കഅബയുടെ മുന്നിൽ ഒരു പുതപ്പ് തലയിണയായി വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ദുആ, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് സഹായം തേടുന്നില്ലേ? കാരണം അവിടെ ബിലാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്, പച്ചമണ്ണിൽ മലർത്തിക്കിടത്തിയിട്ട് ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകളും കുട്ടികളും എല്ലാ സ്ഥലത്തും വളരെ വലിയ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഞങ്ങൾക്ക് പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്നുണ്ട്. ജീവിതത്തിന്റെ ക്ഷുത്തടക്കാൻ വേണ്ടി ജോലിക്കിറങ്ങാൻ പറ്റണില്ല. ഞങ്ങളെ എല്ലാ സ്ഥലത്തും തടഞ്ഞു വെക്കുന്നുണ്ട്. ഹബീബായ നബിയേ, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോടൊന്ന് ദുആക്കുമോ? ഞങ്ങൾ വളരെ വലിയ വേദനയിലാണ് നബിയേ, ഞങ്ങൾ വലിയ അക്രമങ്ങൾ നേരിടുന്നുണ്ട്. ഹബീബായ മുത്തുനബിയുടെ സതീർത്ഥനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് അബൂജഹൽ മൂക്കിൽ ഇടിച്ചിട്ട് അവിടുത്തെ ആ മൂക്കിന്റെ പാലം തകർന്ന് അവിടുന്ന് ചോരയൊലിച്ച് ബോധരഹിതനായി വീണൊരു സംഭവമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആനിനെ അബൂജഹലിന്റെ മുന്നിൽ കൊണ്ടുപോയി അവിടുന്ന് ഓതിയ സമയത്ത് സ്വഹാബത്ത് വളരെ വേദനയോടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ക്ഷമയോടെ കാത്തിരുന്ന സ്വഹാബത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന്, ഹബീബായ നബിയെ, ഞങ്ങൾക്ക് വേണ്ടി സഹായത്തെ തേടുമോ? പ്രപഞ്ചാധികാരിയോട് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ദുആക്കുമോ? ഉറക്കെ സ്വലാത്തു ചൊല്ലണം. ഇത് വെള്ളിയാഴ്ച രാവാണ്. ഹബീബായ മുത്തുനബി കാണുന്ന മജ്ലിസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബ, മുൻകാബികളായ പ്രവാചകർ, അമ്പിയാക്കൾ, അവർ എത്ര ത്യാഗം സഹിച്ചവരാണെന്നറിയുമോ? പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അവരൊരു കുഴി കുഴിച്ചിട്ട് അതിൽ ഇറക്കി നിർത്തിയിട്ട് ഈയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് മൂർധാവിൽ വെച്ച് 2 പീസായി അരിഞ്ഞു മാറ്റിയ സംഭവങ്ങളില്ലേ? അങ്ങനെ എത്രയോ പീഡനങ്ങളുടെ, യാതനകളുടെ ചരിത്രങ്ങൾ മുൻകാമികളുടെ ജീവിതത്തിലില്ലേ? നിങ്ങൾ ഇവിടെ പൊറുതികേട് കാണിക്കുകയാണോ? നിങ്ങളൊന്ന് ക്ഷമിച്ചോ? തിരിച്ചക്രമിക്കണമെന്നല്ല പറഞ്ഞത്. അക്രമികൾക്കെതിരെ ദ്വാരക്കാനടുത്ത സ്വഹാബത്ത് അനുചരർ വന്ന് നബിതങ്ങളോട് റെക്കമെൻഡേഷൻ ചെയ്തപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, ഫസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണേ സ്വഹാബ. ഒരിക്കൽ പരിശുദ്ധമായ ദീൻ ഇവിടെ സൻആ മുതൽ ഹളർമൗത്ത് വരെ അവിടുത്തെ ആട്ടിടയന്മാർക്ക് ആടുകളുടെ പേര് ചെന്നായ്ക്കളയല്ലാതെ, മനുഷ്യർക്ക് പടച്ചവരെയല്ലാതെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിശുദ്ധമായ ദീൻ വളർത്തപ്പെടും സ്വഹാബ. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ അങ്ങനെയാണ് സ്വഹാബത്തിന് കൊടുത്ത ഉപദേശം. മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തതമന്നൗ അദുവക്കും, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ആഗ്രഹിക്കരുത്. ശത്രുക്കൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇവിടെ തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ വിശുദ്ധമായ ദീനിൽ നടന്ന ബദർ എന്ന പ്രതിരോധ യുദ്ധത്തിനെ മറപിടിച്ചുകൊണ്ട് ഭീകരവാദം വളർത്താൻ ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങിത്തിരിക്കുന്നവർ ഇത്തരം ഹദീസുകളാണ് ആദ്യം പഠിക്കേണ്ടത്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ ആഗ്രഹിക്കരുത്. ഇനി ഏതെങ്കിലും വിധേന നിങ്ങളുടെ മുന്നിലേക്ക് ശത്രുക്കൾ വന്നുപെട്ടാൽ
നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ അവിടെയും ക്ഷമ അവലംബിക്കണം. അവിടെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ അൽ ജന്നത്തു തഹത ളില്ലി സുയൂഫിക്കും, നിങ്ങളുടെ വാളുകളുടെ നിഴലുകളുടെ അടിയിലാണ് നിങ്ങളുടെ സ്വർഗമെന്ന് പറഞ്ഞു. വാളുകളുടെ നിഴലുകളുടെ അടിയിലാണ് നിങ്ങളുടെ സ്വർഗം. നിങ്ങൾ ആ നിലയിൽ മരണപ്പെടേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ശത്രുക്കളെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയി ആക്രമിക്കണമെന്നല്ല. ഏതെങ്കിലും വിധേയന ശത്രുക്കൾ വന്നാൽ അവരുമായി പോരടിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, ഭീകരതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. യുദ്ധം ചെയ്യൽ ഭീകരതയുടെ പേരിൽ അങ്ങനെ യുദ്ധം ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, ഭീകരതയുടെ പേരിൽ മരണപ്പെടുന്നവനും എന്നിൽപ്പെട്ടവനല്ല. ഈ നിലയിൽ കൂടെ ജീവിക്കുന്ന ആളുകളെ സൗഹാർദ്ദത്തിന്റെ പേരിൽ കൂടെ കൂട്ടാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധമായ മതമുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അഡ്രസ് ഇല്ലാത്ത നിലയിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾക്കെന്ത് സുരക്ഷിതത്വമുണ്ട്. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ പ്രദേശം. അവിടുത്തെ സൈനികർ എല്ലാ സമയത്തും റോന്ത് ചുറ്റുന്ന പ്രദേശം. സർവായുധ സജ്ജരായ സൈനികർ ആ പ്രദേശത്തുണ്ട്. പക്ഷേ ആ സൈനികരുടെ കണ്ണുവെട്ടിച്ച് അവിടേക്ക് കടന്നു വന്ന അതിഥികളെ, സന്ദർശകരെ കൊന്നിട്ടവർ അപ്രത്യക്ഷമായി എങ്കിൽ, സൈനികർക്ക് ഇപ്പോഴും അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്കെന്ത് സുരക്ഷയുണ്ട് ഈ രാജ്യത്ത്? ഇവിടെ സുരക്ഷയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അല്ലാഹു ആ മരിച്ചവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അവരുടെ ദുഃഖത്തിൽ ഹൃദയം കൊണ്ട് ചേർന്നു നിൽക്കലെല്ലാം നമുക്ക് മാർഗങ്ങളില്ല. അതുപോലെ മരണപ്പെട്ടു പോയ കാശ്മീരിലെ ജനതയുണ്ട്. അല്ലാഹു അവിടുന്ന് വലിയ പ്രതിഫലം നൽകട്ടെ, സ്വർഗം നൽകട്ടെ, ആ ഖബർ വിശാലമാക്കട്ടെ. അല്ലാഹു നമുക്ക് ഈ വിദൂരത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കലല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ആ നിലയിലാണ്. തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ വഴി ഇസ്ലാമിന് അന്യമാണ്. എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് ആ പ്രദേശത്തെ പടച്ചവൻ തിരിച്ചു കൊണ്ടുവരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് ദുആ നമ്മുടെ ഈ മജ്ലിസ് ഒരു ബറക്കത്തുള്ള, ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അസീസും ഗഫാറുമായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിൽ വളരെ പവിത്രധന്യമായ മഹോന്നതമായ മജ്ലിസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസ്, അവിടത്തേക്ക് സലാമുകൾ പറഞ്ഞ മജ്ലിസ്, പടച്ചവനെ ഞങ്ങളുടെ റൗളാ ശരീഫിൽ, ഞങ്ങളുടെ മയ്യത്തുങ്കര പ്രദേശത്ത് ഈ പള്ളിയിൽ വെച്ച് നടന്ന സ്വലാത്തിന്റെ പ്രതിധ്വനികൾ ആ റൗളാ ശരീഫിൽ ഒന്ന് പ്രതിധ്വനിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ മജ്ലിസിനെ കാണുകയും ഞങ്ങൾ പറഞ്ഞ സലാമുകൾക്ക് പ്രത്യഭിവാദ്യം പറയുകയും ഞങ്ങളുടെ മജ്ലിസ് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഇജാബത്തിന്റെ ബറക്കത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഇത്രയും ഹാഫിളുകളായ മക്കൾ, മുതഅല്ലിമുകളായ ആളുകൾ എല്ലാം സംഗമിച്ച ഇജാബത്ത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള മജ്ലിസ്, പടച്ചവനെ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയൊരു മജ്ലിസാക്കി നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾ ഈ സമയത്ത് നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ചൊല്ലിയ സ്വലാത്തുകൾക്ക് എത്ര മഹത്വമാണോ ഉള്ളത്,
അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആഖിറത്തിൽ ഈ സലാത്തുകൾ കൊണ്ട്, ഇത്തരം മജ്ലിസുകൾ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഇത്തരം മജ്ലിസുകൾ ലക്ഷ്യം വെച്ച് നിന്നോട് ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പരിസരത്ത് അധിവസിക്കുന്ന അനസ് എന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് സ്ട്രോക്ക് ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹ് യാ ഷാഫി യാ അല്ലാഹ് യാ കാഫി യാ അല്ലാഹ് യാ മുആഫി യാ അല്ലാഹ്. അദ്ദേഹത്തിന് എന്ത് രോഗമാണോ ഉള്ളത് ആ രോഗത്തിന് ശമനം നൽകണേ റബ്ബേ. രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്. അതിനെന്തു തടസ്സമാണോ ഉള്ളത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത് നീക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ആ സഹോദരനും ഞങ്ങൾക്കും നൽകണേ റബ്ബേ. ഈ മജ്ലിസ് ഇജാബത്തിന്റെ മജ്ലിസാക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണം. പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ആർജിച്ച ആത്മീയമായ ഔന്നിത്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കണേ റബ്ബേ. ഞങ്ങളെ കാതിനെ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കാക്കണേ അല്ലാഹ്. നിന്നെ കുറിച്ച് കേൾക്കുമ്പോൾ പടപടായിടിക്കുന്ന ഹൃദയം നൽകണമല്ലാ. നരകത്തെ കുറിച്ചോർക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന നയനങ്ങൾ നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ ആനന്ദങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷാധിക്യത്താൽ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നൊരവസരം നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ നിന്നോട് തേടാനുണ്ട് റബ്ബേ. അല്ലാഹ്, ഞങ്ങൾക്ക് ഇജാബത്തുള്ളവരാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, അതിൽ റിയാദ് വരാതെ, കിബറ് വരാതെ, ഹസദ് വരാതെ നിഷ്കളങ്കമായി ഇഖ്ലാസോടെ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാഹ്. വലിയ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊരുപാട് കടങ്ങളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ക്ഷമയോടെ ഏറ്റെടുത്ത് നിന്റെ പരിശുദ്ധമായ ദീനിന്റെ വളരെ ഇഖ്ലാസോടെ ഖിദ്മത്തെടുക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ നിന്റെ വിശുദ്ധമായ ദീനിന് ഖിദ്മത്തെടുക്കുന്ന പാതയിൽ ഞങ്ങൾക്ക് ഭൗതികമായൊരു സൗകര്യങ്ങളും തടസ്സമാക്കല്ല റബ്ബേ. ഭൗതികമായൊരു സാഹചര്യങ്ങളും ഞങ്ങൾക്ക് വിഘാതം നിൽക്കല്ല റബ്ബേ. നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഖാദിമാവുക എന്നത് വലിയൊരു ഭാഗ്യമാണല്ലോ. അത് നീ ഉദ്ദേശിക്കുന്നവർക്കല്ലേ നൽകുകയുള്ളൂ. നിന്റെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യാൻ, നിന്റെ വിശുദ്ധമായ ദീനിന്റെ നന്മകൾ പ്രചരിപ്പിക്കാൻ ഒരുപാട് ആളുകളുടെ മനസ്സിൽ നിന്നെ പരിചയപ്പെടുത്താൻ, ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. നിന്റെ നൂറാകുന്ന ഇൽമു വന്നിരിക്കാൻ പറ്റുന്ന, നിന്റെ നൂറാകുന്ന ഇൽമു കടക്കാൻ പറ്റുന്ന നല്ല ഹൃദയമാക്കണേ അല്ലാഹ്. തെളിഞ്ഞ ഹൃദയമാക്കണേ അല്ലാഹ്. കിബറില്ലാത്ത, ഹസദില്ലാത്ത, ഉജ്ബില്ലാത്ത, സുമഅത്തില്ലാത്ത, ഹിഖദില്ലാത്ത തെളിഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. തെളിഞ്ഞ ഹൃദയം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് സലീമായ ഖൽബ് നൽകണേ റബ്ബേ. സലീമായ ഖൽബ് നൽകണേ അല്ലാഹ്. എപ്പോൾ മരിച്ചാലും ആഖിറം രക്ഷപ്പെടുത്തിയവരായിട്ടല്ലാതെ ഞങ്ങളെ ഒരാളെയും വിളിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക്
ഈ ഭൗതികമായ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ അഭിരമിക്കാനല്ല. ഞങ്ങളുടെ ഉടനെ എങ്ങാനും മരണപ്പെടേണ്ടി വന്നാൽ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുന്ന, നിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു സൽക്കർമ്മവും ഞങ്ങൾക്ക് കൂട്ടിനില്ലെന്ന ബേജാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴാണോ മരണം ഹൈറാവുന്നത് ആ സമയത്ത് ഈമാനെന്ന ഖൽബിലേക്ക് നിൽക്കുമ്പോ നിന്റെ ഹബീബായ മുത്തുനബിയെ ഒരു നോക്കെങ്കിലും മനാമിലെങ്കിലും കണ്ട് ഈ ലോകത്തോട് കണ്ണടയ്ക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാഹ്. ഞങ്ങളുടെ ഖൽബിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ബേജാറുകളുണ്ട്. എല്ലാം ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊരു മാരക രോഗങ്ങളോ മാറാവ്യാധികളോ നൽകില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാകുന്ന ശരീരത്തിന്റെ ആഫിയത്ത് അത് എടുത്തിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മരണം വരെയും നീ തന്ന ആഫിയത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ഇയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ ഇവളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ബന്ധുക്കളും കുടുംബങ്ങളും സൗഹൃദങ്ങളും പറയുന്ന ഒരു അറുതിലേക്ക് ഞങ്ങളെ ഒരാളെയും എത്തിക്കല്ല റബ്ബേ, ഞങ്ങളെ ഒരാളെയും എത്തിക്കല്ല റബ്ബേ. ഞങ്ങളുടെ സ്ഥാപനം അൽമദീന ഞങ്ങളുടെ ഹൃദയത്തിന്റെ കൃഷ്ണമാണ്, കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ നിനക്കറിയും, എല്ലാം നീ നീക്കി നൽകണേ റബ്ബേ. ഈ സ്ഥാപനത്തെ പ്രതീക്ഷിച്ച് ഒരുപാട് രക്ഷിതാക്കൾ പ്രിയപ്പെട്ട മക്കളെ നിന്റെ പരിശുദ്ധമായ നീ പഠിക്കാനാക്കിയിട്ടുണ്ട്. പഠിപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല, അതിന് ഞങ്ങൾക്കൊരു കഴിവും യോഗ്യതയും ഇല്ലാത്തവരാണ്. നീ വലിയ ഔദാര്യം കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചവരാണ് റബ്ബേ. ഞങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ട് ഇവിടെ കേൾപ്പിക്കപ്പെട്ടൊരു മക്കളെയും നീ വഴികേടിലാക്കല്ല റബ്ബേ. രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഹിഫ്ളുള്ള നല്ല മൻഫഅത്തുള്ള ഇൽമുള്ള രണ്ട് ലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ റബ്ബേ. ഇവരെഴുതിയ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ റഹ്മാനേ. ഒരാളെയും പരാജയപ്പെടുത്തല്ല റബ്ബേ. സ്ഥാപനത്തിനും വീട്ടുകാർക്കും സാരഥികൾക്കും ഇസ്സത്തുള്ള വിജയം നൽകണേ റബ്ബേ, ഇസ്സത്തുള്ള വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ജീവിത ശൈലി പ്രതിസന്ധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പടച്ചവനെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സകല രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളാകുന്നതിന് രാത്രികളിൽ ഉറക്കൊഴിച്ചവർ, ഒരുപാട് തിരുവീതികളിലൂടെ അലഞ്ഞവർ, എത്രയോ മനുഷ്യരുടെ മുന്നിൽ കൈ നീട്ടിയവർ, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവരിപ്പോഴും അധ്വാനത്തിലാണ്, അവരുടെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. സുൽത്താനുൽ ഉലമയടക്കം, റഈസുൽ ഉലമയടക്കം, ബദർ ഉസ്താദടക്കം, സിറാജുൽ ഉലമയടക്കം, വലിയതങ്ങൾ ഉസ്താദടക്കം, നഈമി ഉസ്താദ്, സഖാഫി ഉസ്താദ്, ബുഖാരി ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ ആളും അർത്ഥവും നൽകിയ ഒരുപാട് ആത്മീയ നേതൃത്വങ്ങളുണ്ട്. അല്ലാഹുവേ, അവിടെ തണലു നീ നീട്ടി നൽകണേ അല്ലാഹ്, തണല് നീട്ടി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമകളാക്കണേ റബ്ബേ. കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, ബ്രൗൺ ഷുഗറിന്റെ, ഇതുപോലെ ഇന്ത്യമ്മയുടെ ക്രൂരമായ മുഖങ്ങൾ ഇന്ന് തെരുവീതികളിൽ വളരെ വലിയ നിലയിൽ സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും അതിന്റെ പ്രതികളായെന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ കാക്കണേ അല്ലാഹ്.